ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എല്ലാവർക്കും ട്രേഡിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് പേർക്കെങ്കിലും പ്രോഫിറ്റബിൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. സോ അപ്പോൾ ഇന്ന് എന്താ മാർക്കറ്റ് നടന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ക്യാൻഡിൽ വ്യക്തമാണ്. കുറച്ച് ദിവസത്തെ സെല്ലിംഗ് പ്രഷറിന് ശേഷം മാർക്കറ്റ് ഒരു റീടെസ്റ്റ് സോണിലെത്തി. മാർക്കറ്റ് അവിടെ ഒരു ബൈയിങ് സ്ട്രെങ്ത് കാണിച്ച ദിവസമാണ്. 3.2% ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത ഒരു ദിവസമാണെന്ന് നമുക്കിന്ന് പറയാം അല്ലേ. സോ ഒരു പെർഫെക്റ്റ് റീടെസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റിന് ഇന്നത്തെ ലോ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഒരു അപ്സൈഡ് മൊമെന്റത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഡേ ലോ ആൻഡ് ഹൈ ഇനി എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് മേ ബി ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒരു അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ലോ 25,334 എന്ന് പറഞ്ഞ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡ്. സോ വളരെ റൂൾസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റിന് എങ്ങനെ വേണോ പെർഫോം ചെയ്യാം. അപ്പോൾ അടുത്ത വീക്ക് തുടങ്ങുമ്പോഴത്തേക്കും മാർക്കറ്റിൽ പ്രത്യേകിച്ച് ബാഡ് ന്യൂസുകളൊന്നും ഇല്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ റീടെസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്താ സംഭവിച്ചെന്ന് നോക്കാം. പെർഫെക്റ്റ് റീടെസ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും കാട്ടി പെർഫെക്റ്റ് റീടെസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയല്ലേ. ഒരു ടെക്സ്റ്റ് ബുക്ക് റീടെസ്റ്റ് എന്ന് പറയാം. ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നു, കണ്ടില്ല. ഈ ഒരു സോൺ റെസിസ്റ്റൻസ് ആയിരുന്നു ആൻഡ് ഈ സോൺ ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് കറക്റ്റ് പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ട്. സോ ക്യാൻഡിൽസ്റ്റിക് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ പെർഫെക്റ്റ് ട്രേഡ് അല്ലെങ്കിൽ റീടെസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, കഴിഞ്ഞ 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടായ ക്രാഷിനെ മാർക്കറ്റ് അതിജീവിക്കും. ഈ സ്റ്റോക്സ് എല്ലാം തിരിച്ച് റിട്ടേൺ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആൻഡ് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും ഏതാണെന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, അദാനി ENT, ബജാജ് ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ ആൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന ടോപ്പ് ഗെയിനേഴ്സ്. ലൂസേഴ്സിന്റെ സ്ഥാനത്താണെങ്കിൽ ഭാരതി എയർടെൽ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഇൻഡിഗോ, ടെക് മഹീന്ദ്ര ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ. എയർടെലിന്റെ എന്താണ് ഫോളിന്റെ കാരണം നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു സ്റ്റേക്ക് സെൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രാഷ് ആണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീറാം ഫിനാൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസമായിട്ട് ട്രേഡിൽ വളരെയധികം പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ട് ശ്രീറാം ഫിനാൻസ് ഇപ്പോൾ നമുക്ക് നോക്കാം. ശ്രീറാം ഫിനാൻസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് റിട്ടേൺ അടിക്കുക എന്ന് വെച്ചാൽ റിട്ടേൺ ഒരു വലിയ റീടെസ്റ്റ് തരാതെ തന്നെ അപ്സൈഡ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ആഴ്ചകളിൽ എന്തെങ്കിലും റീടെസ്റ്റ് ക്യാൻഡിൽ ശ്രീറാം ഫിനാൻസിൽ ഉണ്ടാകുമോയെന്ന്. എങ്കിൽ നല്ലൊരു എൻട്രി നമുക്കിവിടെ പ്രതീക്ഷിക്കായിരുന്നു. സോ ഒരു 730 റേഞ്ചിലോട്ട് റീടെസ്റ്റ് ആയ പ്രതീക്ഷയാണ് ഞാൻ ശ്രീറാം ഫിനാൻസിൽ വെയിറ്റ് ചെയ്യുന്നത്. നല്ലൊരു ബ്രേക്ക് ഔട്ട് ആൻഡ് ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ശ്രീറാം ഫിനാൻസിൽ ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് ഔട്ട് ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്യും ശ്രീറാം ഫിനാൻസിൽ ബെറ്റർ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ ഞാൻ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഇന്ന് എനിക്കിത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഗ്രൂപ്പിലും കുറച്ച് സ്റ്റോക്സ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറച്ചധികം കാലമായിട്ട് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. സോ ഇന്നും ഒരു എന്താ പറയുക, ഇന്നൊരു നല്ല ക്ലോസിങ്, വീക്ക്ലി ക്ലോസിങ് കുറച്ചധികം ദിവസത്തെ ആഴ്ചകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ വീക്ക്ലി ക്ലോസിങ് വളരെ സ്ട്രെങ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സോ 110 എബോവ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ബോട്ടം ചെയ്തൊരു സ്റ്റോക്കാണ് ഗുജറാത്ത് അംബുജാൻ്റെ എക്സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പോൾ GAEയിൽ നമുക്ക് അറിയാം. സോ ഒരു 115 റേഞ്ചിന് മുകളിലാണെങ്കിലും ഒരു പ്യുവർ മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ 115 എബോവ് ഇത് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം നമുക്ക് അടുത്ത വീക്കിലോ അതിൻ്റെ അടുത്ത വീക്കിലോ. സോ കുറച്ച് അക്യുമുലേഷനൊക്കെ നടപ്പുണ്ട് ആൻഡ് പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്. സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സുകളെല്ലാം പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, വീണ്ടും ഒരു സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാണ്. കൽപ്പാത്താരു പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കേപ്പിൽ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ കേപ്പിൽ ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി ഞാൻ നോക്കിയിരുന്നു. കുറച്ചും കൂടെ ഒരു മൊമെന്റത്തിൽ എൻട്രി നോക്കുന്നുണ്ട്. ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1317 നിന്ന് 1295 എന്ന ക്ലോസിംഗിലാണ് വന്നിരിക്കുന്നത്. സോ വരുന്ന വീക്സിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പം പിന്നെ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് ആണ്. നിങ്ങൾ കണ്ടാൽ അറിയാം ഈ സ്റ്റോക്കൊക്കെ IPO സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. സോ വരുന്ന ആഴ്ചകളിൽ IPO സ്റ്റോക്സ് പെർഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. എൻ്റെ ഹൈ പ്രയോറിറ്റി സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ മറ്റന്നാളുമായിട്ട് നല്ല കണ്ടന്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരു കമ്പനി സ്റ്റഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്ക് ഒരു വീക്ക്ലി വാച്ച് ലിസ്റ്റും നമുക്ക് നാളെ മറ്റന്നാളുമായിട്ട് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.